ഭർത്താവിന്റെ അനുമതിയില്ലാതെ എന്റെ വാപ്പാടെ രോഗസന്ദർശനത്തിന് പോകാൻ എനിക്ക് അനുമതിയുണ്ടോ? നബി തങ്ങളോട് ചോദിക്കാൻ പറഞ്ഞയക്കുകയാണ്. ആ ചെറുപ്പക്കാരൻ ഇലാ ഹദ്റത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദ്റത്തിൽ വന്നു. നബി തങ്ങളോട് ചോദിച്ചു, നബിയേ, അല്ലാഹുവിന്റെ തിരുദൂതരേ, ഇന്ന പെണ്ണ് അവരുടെ ഭർത്താവ് അങ്ങയുടെ സഹാബത്തിനോടൊപ്പം യുദ്ധത്തിന് പോയിരിക്കുകയാണ്. ആ പെണ്ണിന്റെ പിതാവ് രോഗശയ്യയിലാണ്. ആ പ്രിയപ്പെട്ട പിതാവ് രോഗശയ്യയിലായി കിടക്കുമ്പോ ഈ മകളെ ഒന്ന് കാണാൻ ആശ വെക്കുന്നുണ്ട്. പോകാൻ അനുമതിയുണ്ടോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ ആ ചെറുപ്പക്കാരനോട് ചോദിക്കുകയാണ്, ആ പെണ്ണിന്റെ ഭർത്താവിന്റെ അനുമതിയുണ്ടോ? ഇല്ല നബിയെ, അനുമതി കൊടുത്തിട്ടില്ല. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ പെണ്ണിന് വാപ്പാന്റെ രോഗസന്ദർശനത്തിന് നടന്നു പോകാൻ അല്ലാഹു അനുവദിക്കുന്നില്ല മോനെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, ചിന്തിക്കണം. അവിടെയാണ് ഒരു പെണ്ണിന്റെ ഈമാൻ ആലോചിക്കേണ്ടത്. അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന ഒരു സ്വഹാബി വനിതയുടെ ഈമാനിക ആവേശം മനസ്സിലാക്കേണ്ടത്. അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് ചിന്തിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്ന, അല്ലാഹുവിന്റെ റസൂലിന്റെ ചര്യ മുറുകെ പിടിക്കുന്ന ഒരു സ്വാലിഹത്തായ സ്വഹാബി വനിതയുടെ ഈമാനിക ആവേശവും പരിവേഷവും മണപൊട്ടിയൊഴുകുന്നത് അവിടെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്ക്. ആ പെണ്ണിനോട് വന്ന് ഈ ചെറുപ്പക്കാരൻ പറയുകയാണ്, ഭർത്താവിന്റെ അനുമതിയില്ലെങ്കിൽ പിതാവിനെ സന്ദർശിക്കാൻ റസൂലുള്ളാഹിക്ക് അനുമതിയില്ല, റസൂലുള്ള സമ്മതം തന്നിട്ടില്ല. ആ പെണ്ണാ ചെറുപ്പക്കാരനെ മടക്കി അയക്കുകയാണ്. രണ്ടാമതും ആ ചെറുപ്പക്കാരൻ ആ സഹോദരിയുടെ അടുത്തേക്ക് നടന്നു വരികയാണ്. ആ പെണ്ണിനോട് വന്ന് പറയുന്നു, പെണ്ണേ, നിന്റെ പ്രിയപ്പെട്ട പിതാവ് മരണാസന്ന അവസ്ഥയിലാണുള്ളത്, മരണാസന്ന രോഗശയ്യയിലാണുള്ളത്, കട്ടിലിൽ കിടന്നുകൊണ്ട് പിടയ്ക്കുകയാണ്. ആ പിതാവിന്റെ അവസാന അഭിലാഷമെന്ന നിലയിൽ മകളായ നിന്നെയൊന്ന് കാണാനും നിന്നോടൊരു വാക്ക് പറയാനും ആഗ്രഹമുണ്ട്. ആ പിതാവിനെ നിനക്കൊന്ന് കാണണ്ടേ പെണ്ണേ? ആ പിതാവിനോട് അവസാനമായി നിനക്കൊരു സലാം പറയണ്ടേ പെണ്ണേ? ആ ചെറുപ്പക്കാരൻ പറയുമ്പോ ആ പെണ്ണ് ആ ചെറുപ്പക്കാരനോട് വീണ്ടും പറയുകയാണ്, ഈ വീടിന്റെ പൂമുഖത്തു നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള അനുമതി എന്റെ ഭർത്താവിന്റെ ഭാഗത്തു നിന്നില്ല. അത് ലഭിക്കാത്ത കാലത്തോളം എനിക്കിറങ്ങാൻ എന്റെ മതം എന്നെ അനുവദിക്കുന്നില്ല, എന്റെ മതം അതിനെന്നെ അനുവദിക്കുന്നില്ല. ആ ചെറുപ്പക്കാരിയായ പെണ്ണ് പറയുകയാണ്. അതായാൾ നിരാശയോടെ മടങ്ങിപ്പോയി. കുറച്ചു ദിവസം കഴിയുമ്പം തുളുമ്പുന്ന കണ്ണുകളോടെ ആ ചെറുപ്പക്കാരൻ വീണ്ടും അതാ സഹോദരിയെ സമീപിക്കുകയാണ്. വന്നുകൊണ്ട് പറയുന്നു, പെണ്ണേ, നീ ജീവിതത്തിൽ ഏറ്റവും അധികം സ്നേഹിച്ച, നിന്റെ കൈപിടിച്ച് നിന്നെ നടക്കാൻ പഠിപ്പിച്ച, നിനക്ക് പുത്തൻ പുടവകൾ വാങ്ങിത്തന്ന, നിന്നെ നല്ലൊരു ചെറുപ്പക്കാരന് വിവാഹം ചെയ്തു കൊടുത്ത, നിന്നെ പാഠശാലയിലേക്ക് പറഞ്ഞയച്ച, നിന്റെ ജീവന്റെ തുടിപ്പായ പ്രിയപ്പെട്ട പിതാവ് ഈ ലോകത്തു നിന്ന് എന്നേക്കുമായി വിട പറഞ്ഞുപോയി. നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജീവനറ്റ ശരീരമെങ്കിലും അവസാനമായി ഒരു നിമിഷം കാണാൻ നിനക്ക് മോഹമില്ലേ പെണ്ണേ? നിന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ ജനാസയെങ്കിലും നിനക്ക് കാണണ്ടയോ? ആ പെണ്ണവളെ നിന്നുകൊണ്ട് വിതുമ്പുകയാണ്. ആ പൊന്നുമോളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീരൊഴുകുകയാണ്, ചുണ്ടുകൾ ചലിക്കുകയാണ്. അവിടെ നിന്നുകൊണ്ട് പറയുന്നു, സ്നേഹിത, എനിക്ക് വരണമെന്നുണ്ട്, എന്റെ ഉപ്പാന്റെ പൊന്നാര പൂമുഖം എനിക്ക് കാണണമെന്നുണ്ട്. അവസാനമായി ജീവനറ്റ ആ ശരീരത്തിലെങ്കിലും ഒരു ചുംബനമർപ്പിക്കണമെന്ന ആശയുണ്ട്. പക്ഷേ എന്റെ ഭർത്താവിന്റെ അനുമതിയില്ല. അനുമതി കൂടാതെ പുറത്തു പോകാൻ എന്റെ മതം എന്നെ അനുശാസിക്കുന്നില്ല. എന്റെ യജമാനന്റെ തീരുമാനത്തിനെതിരാണ്, എന്റെ ഹബീബിന്റെ തീരുമാനത്തിനെതിരാണ്. അതുകൊണ്ട് എന്നെ അതിൽ നിർബന്ധിക്കേണ്ടതില്ല. ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞ് സഹോദരനെ മടക്കി അയക്കുകയാണ്. കുറച്ചു സമയം കഴിഞ്ഞപ്പോ അതാ കുറഞ്ഞ ആളുകൾ കൂടി ഒരു മയ്യത്ത് കട്ടിലിൽ ഒരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ട് വരികയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ല
എന്ന ദിക്റും ഉരുവിട്ടുകൊണ്ട് അതാ മദീനയുടെ മണർവാടിയിലൂടെ ദിക്റിന്റെ തഹ്ലീലിന്റെ വചനങ്ങൾ ഉരുവിട്ടുകൊണ്ട് അതാ ഒരു ജനാസ ഇങ്ങനെ ചുമന്നുകൊണ്ടുവരുമ്പോൾ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ ആലോചിക്കണം. ഈത്തപ്പന വീടിന്റെ ഉള്ളിലിരുന്ന് ഈത്തപ്പനയുടെ ഓലകൾ മെല്ലെ അകത്തിയിട്ട് അതിന്റെ ഉള്ളിലൂടെ കിട്ടിയ ദ്വാരത്തൂടെ പുറത്തേക്ക് നോക്കുമ്പോഴാണ് തന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ, തന്റെ പ്രിയപ്പെട്ട ആങ്ങളമാർ, തന്റെ പ്രിയപ്പെട്ട അമ്മാവന്മാർ ചുമന്നുകൊണ്ടുവരുന്ന ജനാസ തന്നെ പോറ്റി വളർത്തിയ പിതാവിന്റെ ജനാസയാണ്, തനിക്ക് ജന്മം നൽകിയ ഉപ്പയുടെ ജനാസയാണ്. ആ ചെറിയ ഈത്തപ്പനയുടെ ദ്വാരത്തിലൂടെ പുറത്തേക്ക് നോക്കിക്കൊണ്ട് ആ പാവപ്പെട്ട പെൺകുട്ടി അവളുടെ 2 കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുക്കുകയാണ്. അവര് വിതുമ്പി കരയുകയാണ്. അവിടെ നിന്ന് ആ പാവപ്പെട്ട പെൺകുട്ടി ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഗ്ഫിർ ലി അബീ, اللهم اغفر لي أبي وملجأ محبتي وقطعة قبري. അർഹമുറാഹിമായ റബ്ബേ, എനിക്ക് ജന്മം നൽകിയ പിതാവിന്റെ ജനാസയാണ് ചുമന്നുകൊണ്ടുപോകുന്നത്. എന്റെ പിതാവിന്റെ ജീവനറ്റ ശരീരം പോലും എനിക്ക് കാണാൻ അവസരം ലഭിച്ചില്ല. എന്റെ പിതാവിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാഹ്. എന്റെ പിതാവിന് നീ പൊറുക്കണേ അല്ലാഹ്. ഒരു മകളുടെ ഹൃദയാന്തരത്തിൽ നിന്നുള്ള പ്രാർത്ഥനയാണ്, ഒരു മകളുടെ അവസാനത്തെ ദുആയാണ്, പിതാവിനോടുള്ള അവസാനത്തെ അംഗീകാരമാണ്, ഹൃദയത്തിൽ നിന്ന് വേദനിക്കുന്ന ദുആ. ഞാൻ ചുരുക്കി പറയട്ടെ സഹോദരങ്ങളെ, ആ പ്രിയപ്പെട്ട പിതാവിനെ ഖബറടക്കി എല്ലാവരും മടങ്ങി അന്ന് രാത്രിയിൽ ആ സഹോദരി കിടന്നിറങ്ങുമ്പോ മദീന സമൂഹം മുഴുവനും ഉറക്കത്തിലേക്ക് വഴുതി വീഴപ്പോ അതാ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് നെല്ലയതാ തന്റെ തലയണയിലേക്ക് തലചാച്ചപ്പോഴേക്ക് വഔഹല്ലാഹു ഇലാ റസൂലില്ലാഹ്, ബഹുമാനപ്പെട്ട റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന നേതാവിനെ തട്ടി ഉണർത്തിയിട്ട് പറയുന്നു, യാ റസൂലല്ലാഹി റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, ഓ പ്രിയപ്പെട്ട നബിയേ, ഇന്നൊരു പിതാവിന്റെ ശരീരം ഇവിടെ മറമാടിയില്ലേ നബിയേ. ആ പ്രിയപ്പെട്ട പിതാവിന് ഭർത്താവിനെ അനുസരിക്കുന്ന ഒരു മകമില്ലേ നബിയേ. ഭർത്താവിനെ അനുസരിച്ചതിന്റെ പേരിൽ സ്വന്തം വീട് വിട്ട് പുറത്തു പോകാതെ അല്ലാഹുവിനെ പേടിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ പേടിച്ച് വീടിന്റെ ഉള്ളറയിൽ ജീവിതം സംശുദ്ധമാക്കിയ, വീടിന്റെ ഉള്ളറയിൽ ഒതുങ്ങിക്കൂടിയ ആ പാവപ്പെട്ട മകളുടെ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു ആ വാപ്പാക്ക് പുറത്തു കൊടുത്തു നബിയേ. പോരാ, അല്ലാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിൽ ഉന്നതമായ പദവി നൽകി നബിയേ. അല്ലാഹുവിന്റെ റസൂലിനോട് റൂഹുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് പഠിപ്പിച്ചുവെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, ഭർത്താവിന്റെ അനുമതി കൂടാതെ ഊരു ചുറ്റാനിറങ്ങുമ്പോഴേക്ക് നാട്ടിൽ ഭർത്താവില്ലെങ്കിൽ, ഭർത്താവ് ജോലിക്ക് പോയതാണെങ്കിൽ, ഭർത്താവ് വിദേശത്താണെങ്കിൽ അദ്ദേഹത്തിന്റെ അനുമതി കൂടാതെ നിന്റെ വയസ്സായ മാതാപിതാക്കളെ സന്ദർശിക്കാൻ പോലും നിനക്ക് അല്ലാഹുവിന്റെ മതം അനുവദിക്കുന്നില്ല എങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരി, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നിസാര പ്രശ്നത്തിന്റെ പേരിൽ, വളരെ നിസാരമായ പ്രശ്നത്തിന്റെ പേരിൽ നീ പഞ്ചായത്തിന്റെ പടികൾ
ചവിട്ടിക്കയറാറുണ്ടല്ലോ, നീ മാർക്കറ്റിൽ ഊരു ചുറ്റാറുണ്ടല്ലോ, അയൽവാസികളുടെ വീട്ടിൽ ഫിത്നയും ഫസാദും പറയാൻ ഇറങ്ങിത്തിരിക്കാറുണ്ടല്ലോ. അല്ലാഹുവിൽ വിശ്വാസമുള്ള ഒരു പെണ്ണിന്, അല്ലാഹുവിന്റെ റസൂലിനെ അംഗീകരിക്കുന്ന ഒരു പെണ്ണിന് ഇത് സാധ്യമാണോ പെങ്ങളെ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഫാത്തിമ, വേറൊരു വിഭാഗം പെൺകൊടിമാരെ ആ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഫാത്തിമ. അവരുടെ സ്വഭാവം എന്താണ്? അമ്മല്ലത്തി തഅകുലു ജസദഹാ ഫകാനത് തസീനു ലിർരിജാലി വതഗ്താബുന്നാസ്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ആ പെൺകൊടിമാർ അവരുടെ സ്വന്തം ശരീരത്തിലെ മാംസങ്ങൾ ഇങ്ങനെ കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്, സ്വന്തമായി കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. നരകത്തിന്റെ ചൂടേറ്റുകൊണ്ട് അതാ ഉരുകിയൊലിക്കുന്ന മാംസഖണ്ഡങ്ങളെ ആ പെൺകൊടിമാരതാ ചവച്ചരച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരാരാണെന്നറിയോ ഫാത്തിമ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വകാനത്ത് തസീനു ലിർരിജാൽ. അന്യപുരുഷന്മാർക്ക് വേണ്ടിയിട്ട് സ്വന്തം ശരീരത്തിന്റെ ഭംഗി പ്രകടിപ്പിക്കുന്ന പെണ്ണുങ്ങളാണവർ. അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് കടന്നു ചെല്ലുമ്പോ, അന്യപുരുഷന്മാരുള്ള സദസ്സിലേക്ക് കടന്നു ചെല്ലുമ്പോ കണ്ണിന് കൺമശിയിട്ട് കറുപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, മുഖത്ത് പൗഡറിട്ട് വെളുപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ, ചുണ്ടിന് ലിപ്സ്റ്റിക്കിട്ട് ചുവപ്പിക്കുന്ന പെണ്ണുണ്ടല്ലോ. ആ പെണ്ണിനെ കുറിച്ചാണ് ഫാത്തിമ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഫാത്തിമ പെണ്ണിന്റെ ശരീരം അന്യപുരുഷന്റെ മുമ്പിൽ അർപ്പിക്കാൻ അവൾ സമ്മതിച്ച അവളുടെ ശരീരം അവളെ കൊണ്ട് തീറ്റിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. പിന്നീട് അല്ലാഹുവിന്റെ റസൂൽ ഫാത്തിമ ബീവിയോട് പറയുകയാണ്, ഫാത്തിമ, വേറെ ഒരു വിഭാഗം പെൺകൊടിമാരെയാ നരകത്തിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഫാത്തിമ. വഅമ്മല്ലത്തി ശദ്ദ റിജ്ലാഹാ മാ യദൈഹാ ഇലാ നാസിയതിഹാ വസല്ലതത് അലൈഹൽ ഹയ്യാത്തു വല്ലഖാരിബ്. ഫാത്തിമ, നിനക്കറിയുമോ ആ നരകത്തിൽ ഒരു വിഭാഗം പെൺകൊടിമാർ അവരുടെ രണ്ട് കൈകാലുകളെ അവരുടെ മൂർധാവിലേക്ക് വലിച്ചു കെട്ടിയിരിക്കുകയാണ് ഫാത്തിമ. ആ പെണ്ണുങ്ങളുടെ ശരീരത്ത് മാംസങ്ങൾ മുഴുവനും അതാ പാമ്പുകളും തേടുകളും കടിച്ചു പറിച്ചു തിന്നുകൊണ്ടിരിക്കുകയാണ്. അവരാരാണെന്നറിയുവോ ഫാത്തിമ? വസല്ലതത് അലൈഹൽ ഹയ്യാത്തു വല്ലഖാരിബ്. ആ പാമ്പുകളും തേളുകളും കടിച്ചു പറിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഭാഗം ആളുകൾ അവരാരാണെന്ന് അറിയുവോ ഫാത്തിമ? وكانت تقدر ورا الصلاة والصيام ولا تتوضأ ولم تصلي ولم تغتسل من الجنابة. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഫാത്തിമ, അവർക്ക് നിസ്കരിക്കാൻ അറിയാം, അവർക്ക് വുളു എടുക്കാൻ അറിയാം, അവർക്ക് നോമ്പ് പിടിക്കാൻ അറിയാം, അവർക്ക് സൽക്രമങ്ങളുടെ മുഴുവൻ പോരിശകളും അറിയാം. അവര് മുസ്ലിമായ പിതാവിന്റെ മകളാണ്, അവര് മുസ്ലിമത്തായ മാതാവിന്റെ മകളാണ്. പക്ഷേ ഇന്ന് വരെ അവർ കറക്റ്റായി നിസ്കരിച്ചിട്ടില്ല, വുളു എടുക്കില്ല. നിസ്കാരത്തിന്റെ സമയമായാൽ വുളു എടുക്കാൻ ആ പെൺകുട്ടി മുന്നോട്ട് വരാറില്ല. അവൾ നിസ്കരിക്കാൻ ഒരുക്കമല്ല, അവൾ നോമ്പെടുക്കാൻ ഒടുക്കമല്ല. പോരാ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, വലം തഗ്തസിലു മിനൽ ജനാബ. ആ പെണ്ണ് പാതിരാത്രിയിൽ ഭർത്താവുമായി ശാരീരിക സല്ലാപത്തിൽ ഏർപ്പെട്ടിട്ട് സുബഹിക്ക് മുമ്പേ എഴുന്നേറ്റ് കുളിച്ച് സുബഹി നിസ്കരിക്കേണ്ടതിന്റെ പകരം ആ പ്രിയപ്പെട്ട സഹോദരി ഉച്ചവരെ കുളിയെ നീട്ടിക്കൊണ്ടുപോകുന്നവളാണ്. ജനാബത്തുണ്ടായാൽ ഉടനെ കുളിച്ച് ശുദ്ധീകരിക്കാത്തവളാണ്, ശരീരത്തിന്റെ ശുദ്ധിയുടെ വിഷയം ശ്രദ്ധിക്കാത്തവളാണ്, നിസ്കാരത്തിന്റെ വിഷയം ശ്രദ്ധിക്കാത്തവളാണ്, അമലിന്റെ വിഷയം ശ്രദ്ധിക്കാത്തവളാണ്. ആ പെണ്ണിന്റെ കൈകാലുകൾ അവളുടെ മൂർധാവിലേക്ക് കെട്ടിയിട്ട് ആ അഗ്നികടോരമായ നരകത്തിന്റെ ഭീകരമായ അദാബ് അവളെ അല്ലാഹു രുചിപ്പിക്കുന്നതാണ് ഫാത്തിമ. സയ്യിദുനാ വ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനും നിങ്ങളും ആലോചിച്ചു, പരിശുദ്ധമായ ഖുർആൻ ഓതാൻ ആ പെണ്ണിനറിയാം, നിസ്കാരത്തിന്റെ അമലുകളൊക്കെ ആ പെണ്ണിനറിയാം,
നോമ്പെടുക്കാനും സകാത്ത് കൊടുക്കാനും സദഖ ചെയ്യാനും മറ്റ് അമലുകളുമൊക്കെ ആ പെണ്ണ് പഠിച്ചിട്ടുണ്ട്. പക്ഷേ അല്ലാഹുവിനെ കുറിച്ച് പേടിയില്ലാത്തതിന്റെ പേരിൽ ഹബീബായ അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അദാബുകളെ കുറിച്ച് ബോധമില്ലാത്തതിന്റെ പേരിൽ ആ സഹോദരിമാർ ചെയ്തു കൂട്ടുന്ന ആ സഹോദരിമാർ നിസ്കാരത്തിൽ അശ്രദ്ധവാന്മാരാവുകയാണ്, നോമ്പിന്റെ വിഷയത്തിൽ അശ്രദ്ധകളാവുകയാണ്, ഖുർആൻ ഓതാൻ അവർക്ക് സമയമില്ല. എന്നാൽ എത്ര തിരക്കുണ്ടെങ്കിലും സീരിയലിന്റെ മുമ്പിലും സിനിമയുടെ മുമ്പിലും അതുപോലെ കോമഡി ഷോകളുടെ മുമ്പിലുമൊക്കെ എത്ര സമയം ചിലവഴിക്കുന്നതിന് ഈ പെൺകുടിമാർക്ക് യാതൊരു പ്രയാസവും. ഞാൻ ഓർക്കുന്നു, കഴിഞ്ഞ ഒരു മതപ്രഭാഷണത്തിന്റെ സദസ്സിൽ ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവസാനം ദുആ ചെയ്യാൻ അടുത്തപ്പോൾ ഒരു കത്ത്, ആ കത്തിന്റെ ഉള്ളിൽ കുറച്ച് പൈസയും ഉണ്ടായി. കുറച്ചധികം പൈസ ഉള്ളത് കൊണ്ട് എന്തോ കാര്യപ്പെട്ട വിശേഷമായിരിക്കുമെന്ന് മനസ്സിലാക്കി ഞാൻ ഈ ലെറ്റർ ഇങ്ങനെ വായിച്ചു നോക്കിയപ്പോൾ സംഗതി ഗൗരവമുള്ളത് തന്നെ. ഉസ്താദേ, ഒരു സഹോദരി കാറ് ആക്സിഡന്റിൽപ്പെട്ടു വളരെ അപകടകരമായ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. ആ സഹോദരിയുടെ രോഗശമനത്തിന് വേണ്ടി, അവൾ മരിക്കാതെ രക്ഷപ്പെട്ടതിനു വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. അതുകൊണ്ട് ഈ സദസ്സിലേക്ക് ചെറിയൊരു സംഖ്യ പൈസയും വെച്ചു ഹദിയ നൽകി. ഒരു ജീവന്റെ ഭീഷണിയാണ്, സഹോദരിയുടെ ജീവന്റെ പ്രശ്നമായതുകൊണ്ട് അവസാനം സദസ്സിന്റെ ദുആയുടെ അവസാനം നന്നായി ഞാൻ ആ സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യുകയും പിറ്റേ ദിവസം സംഘാടകർ ഒരു വയസ്സായ ഉമ്മാമാനെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഏതാണ് ഉമ്മാമ? രണ്ടാമത്തെ ദിവസം മഴ പരിപാടി നടക്കുന്നു. സംഘാടകർ പറഞ്ഞു, ഇന്നലെ ആക്സിഡന്റ് പറ്റിയ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഉമ്മാമ പൈസയും ലെറ്ററും തന്നിരുന്നില്ലേ, ആ ഉമ്മാമയാണ്. അപ്പൊ ഞാൻ നോക്കുമ്പോൾ ഉമ്മാമയുടെ വലിയൊരു കവറാണ്. എന്തോ കാര്യമായി കൊണ്ടുവരികയാണ്. നേരം വിളിക്കാനായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ കൊണ്ടുവന്ന് സ്റ്റേജിലേക്ക് എല്ലാം കയറി വന്നു നോക്കുമ്പോ എന്താന്ന് ചോദിച്ചപ്പോൾ ഇതൊരു തേയിലപ്പൊടിയുടെ പാക്കറ്റ്, ഏതാണ്ട് 2 കിലോ വരുന്ന നല്ല ശരിക്കും പാക്ക് ചെയ്ത 2 കിലോയോളം വരുന്ന തേയിലപ്പൊടി നിറച്ച ഒരു പാക്കറ്റ് കയ്യിലേക്ക്. ഉസ്താദേ, അൽഹംദുലില്ലാഹ് ദുആ അല്ലാഹു സ്വീകരിച്ചു. ആ ആശുപത്രി കിടന്ന കുട്ടി വളരെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇങ്ങനെ എന്നോട് അത്ഭുതം പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ആരായിട്ട് വരുന്നു? മകളോ മരുമകളോ പേരക്കുട്ടികളോ അടുത്താരെങ്കിലും ആണോ? എന്താ ചോദിച്ചപ്പോ സുബ്ഹാനല്ലാഹ്, ആ ഉമ്മാമ പറഞ്ഞ മറുപടി കേട്ടാൽ സഹോദരിമാരെ ഒരർത്ഥത്തിൽ രസം തോന്നുമെങ്കിലും ഉമ്മാമ പറയാണ്, പേര് പറഞ്ഞ ഓർമ്മയില്ല, ഏതോ ഒരു സീരിയലിൽ അഭിനയിക്കുന്ന ഒരു പെണ്ണ്, അഭിനയം തന്നെയാണ്. വാഹനത്തിൽ ഇങ്ങനെ പോകുമ്പോ വേറെ ഒരു വലിയ നാഷണൽ പറഞ്ഞിട്ട് ലോറിയായിട്ട് കൂട്ടിയിടിച്ച് ഈ പെണ്ണ് വളരെ അത്യാസന്ന നിലയിൽ, സീരിയലിന്റെ ഇടയ്ക്ക് ഇങ്ങനെ കാട്ടുകയാണ്, വളരെ അത്യാസന്ന നിലയിൽ ഈ പെണ്ണിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന രംഗം അവിടെ വെച്ച് അന്നത്തെ സീരിയൽ കട്ടായി. അത്രയേ ഉള്ളൂ. ഒരു മുതന്റെ ദിശയെ കൊണ്ടവിടെ വെച്ചു. എന്നിട്ടോ ഈ ഉമ്മാമാക്ക് അത് കണ്ടപ്പോ വല്ല ആൾക്കാർ കുറെ ദിവസമായി നിരന്തരം ഉമ്മാമ ഇത് കണ്ടുപോരുകയാണ്. ഉമ്മാമയുടെ മനസ്സിന് വല്ലാതെ അത് സ്വാധീനിച്ചു. പിറ്റേ ദിവസം ആ സമയത്ത് അവൾ ചത്തോ ജീവിച്ചോ ഭരിച്ചോ എന്നറിയാൻ വേണ്ടി പിറ്റേ ദിവസം വെച്ചപ്പോ അൽഹംദുലില്ലാഹ് ഒരു തകരാറുമില്ല, അത്ഭുതകരമായി രക്ഷപ്പെട്ടു. എന്റെ പെങ്ങളെ, എന്റെ സഹോദരി, എന്റെ ഉമ്മമാരെ ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉഹദിന്റെ രണാങ്കളത്തിൽ അസദുല്ലിലാഹി സയ്യിദുൽ ശുഹദാഇ ഹംസത്തുൽ ഖറാർ റളിയല്ലാഹു അൻഹുവിന്റെ പരിശുദ്ധമായ കരൾ കടിച്ചു കുത്തിയിട്ട് നിന്റെ കണ്ണിൽ നിന്നൊരു കണ്ണുനീര് വീണില്ലല്ലോ. ഉഹദിന്റെ പോർക്കളത്തിൽ ലോകത്തിന്റെ അഭിമന്യരായ നേതാവ് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ മുൻപല്ലിന് പൊട്ടലേറ്റിട്ട് അവിടുത്തെ പരിശുദ്ധമായ മുഖത്ത് മുറിവേറ്റിട്ട് നിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരുക്കിയിട്ടില്ലല്ലോ, നിന്റെ മനസ്സ് വേദനിച്ചിട്ടില്ലല്ലോ, നിന്റെ ഹൃദയം തടഞ്ഞിട്ടില്ലല്ലോ. സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു
നോമ്പുകാരനായിരിക്കെ ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശത്രുക്കളുടെ ചരിത്രം പറയുമ്പോൾ ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹൃദയം പിളരുന്ന വേദനയുടെ മരണരംഗം നിന്റെ കൽബുകളിലേക്ക് പ്രഭാഷണങ്ങളിലൂടെ കടന്നു വന്നപ്പോ പല സദസ്സുകളിൽ നിന്ന് കേട്ടിട്ട് നിന്റെ കണ്ണിൽ നിന്നിട്ട് കണ്ണുനീര് വീണില്ല എങ്കിൽ ഏതോ ഒരു നടി ഏതോ ഒരു സീരിയലിൽ അഭിനയത്തിന്റെ ഇടയിൽ ആക്സിഡന്റ് പറ്റി എന്ന വാർത്ത വന്നപ്പോ കരയാനും നേർച്ചയിടാനും നിന്റെ മനസ്സനുവദിച്ചുവെങ്കിൽ നീയും നിന്റെ മുൻഗാമികളായ സ്വാലിഹീങ്ങളായ പെൺകുടിമാരും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ച് നീ അളക്കാറുണ്ടോ സഹോദരി? അളന്നു നോക്കണമെന്നാണ് ഈ സമയത്തിന് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമ ബീവിയോട് അവസാനമായി പറയുന്നു, ഫാത്തിമ, തൊട്ടപ്പുറത്ത് വേറെ ഒരു വിഭാഗം പെൺകുടിമാരെ ശിക്ഷിക്കുന്നത് എന്റെ നേത്രങ്ങളെ കൊണ്ട് ഞാൻ കണ്ടു ഫാത്തിമ. അല്ലാഹുവിന്റെ റസൂലേ, ആരാണ് ആ പെൺകുടിമാർ? എന്താണ് അവരുടെ അവസ്ഥ? അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചപ്പോ നബി തങ്ങൾ പറയുകയാണ്, വഅമ്മല്ലത്തി റഅസുഹാ കറഅസിൽ ഖിൻസീർ വബദനുഹാ കബദനിൽ ഹിമാർ. ഓ ഫാത്തിമ, ആ പെൺകുടിമാരുടെ തലയുണ്ടല്ലോ, അത് സാക്ഷാൽ പന്നിയുടെ തലയാണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഫാത്തിമ? അവരുടെ ഉടലുണ്ടല്ലോ ഫാത്തിമ, അത് സാക്ഷാൽ ഹിമാറിന്റെ ഉടലാണ്, കഴുതയുടെ ഉടലാണ്. പിതാവേ, അവർ ചെയ്ത തെറ്റെന്താണ്? അവർ ചെയ്ത അപാകത എന്താണ്? അവർ ചെയ്ത പാതകമെന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ആ പെണ്ണുങ്ങൾ വല്ലാതെ കളവ് പറഞ്ഞുപോയി, അവര് വല്ലാതെ ഈവത്ത് പറഞ്ഞുപോയി. പോരാ, അവൾ അവളുടെ ഭർത്താവിനെ ദേഷ്യം പിടിപ്പിച്ചു പോയി. ഭർത്താവിന് പൊരുത്തമില്ലാത്ത അവസ്ഥയിൽ അവൾ പുറത്തുപോയി. ഹസനാഉയാദാത്തിൽ ജമാലി ബൈനനി അഖ്ശാലൈക മിനൽ ഹദീസിൽ മുജ്രിമി ലാ തർദ ഹാദൽ ജമാല അലൽ വറാ ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മുജ്രിമി ഇല്ലാ ലിസൗജിൻ ഔ ഖരീബിൻ മുഹ്രിമി. മഹാന്മാര് പഠിപ്പിക്കുകയാണ്, ഓ പെണ്ണേ, നിന്റെ ശരീരം സൗന്ദര്യമുള്ളതാണ്. ആ സൗന്ദര്യം ഭർത്താവിന് പൊരുത്തമില്ലാത്തവന്റെ മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല, അത് മരിച്ച വീട്ടിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല, അത് കല്യാണ വീട്ടിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല. അത് നിന്റെ ഭർത്താവിന്റെ മണിയറയിൽ, നിന്റെ ഭർത്താവിന്റെ അരമനയിൽ അവന്റെ മുന്നിൽ പ്രകടിപ്പിക്കാനുള്ള സൗന്ദര്യമാണ്. അത് മറ്റൊരുവന്റെ മുമ്പിൽ പ്രകടിപ്പിച്ച് നീ ഭർത്താവിന്റെ കോപം ഏറ്റുവാങ്ങരുതേ. നിന്റെ കണ്ണുകൊണ്ട് നീ അന്യൊരു പുരുഷനിലേക്ക് നോക്കരുതേ. കണ്ണിൽ സുറുമയിട്ടിട്ട് അന്യൊരുത്തിന് കാണാൻ അവസരം കൊടുക്കരുതേ. മുഖത്ത് പൗഡറിട്ട് വെളുപ്പിച്ചിട്ട് അന്യൊരു പുരുഷൻ കണ്ട് ആസ്വദിക്കാനുള്ള അവസരം നീ കൊടുക്കരുതേ. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവർക്ക് അവകൾക്ക് നീ ചെല്ലുന്നതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ലറേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല കിന്നരാണതുകൊണ്ട്. അഴുകുന്നതാണൊരു 3 ദിവസം കൊണ്ടും സുഹൃത്തുക്കളെ നമുക്കുള്ള നേത്രം രണ്ടും. ഉടൻ തന്നെ മുഖമിൽ കാണുമേ ഗുഹരണ്ട്, നോക്കുന്ന പക്ഷം മണ്ടുമേ ഭയം കൊണ്ട്.
ബഹുമാനപ്പെട്ട തടവ ഉസ്താദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതാണ്, അല്ലാഹു അവിടുത്തെ ഖബറിൽ ദറജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. എന്റെ പെങ്ങളെ, നിന്റെ കണ്ണ് അന്യൊരു പുരുഷനെ ആകർഷിപ്പിക്കാൻ നീ കൺമഷി എഴുതിയ നിന്റെ കണ്ണ് നിന്നെ ഖബറിലേക്ക് വെച്ചാൽ അവിടെ പിന്നെ ആ സൗന്ദര്യത്തിനെ പ്രതീക്ഷിച്ചിരിക്കാൻ അവിടെ ആരുമില്ല പെങ്ങളെ. നിന്റെ പൗഡറിട്ട് ചൊളിപ്പിച്ച നിന്റെ മുഖത്തേക്ക്, നീ ലിപ്സ്റ്റിക്കിട്ട് ചുവപ്പിച്ച നിന്റെ ചുണ്ടിലേക്ക്, നീ കൺമഷിയിട്ട് കറുപ്പിച്ച നിന്റെ കണ്ണിലേക്ക് അതാ ചിതലുകൾ തടിച്ചുകൂടിപ്പോയി. നിന്റെ അടുത്ത റേഷൻ കടയിൽ റേഷൻ കാർഡിലേക്ക് ഇല്ലാതെ നിനക്ക് റേഷനരി കിട്ടൂല എങ്കിൽ ഈ ഖബറാകുന്ന റേഷൻ കടയിൽ അവിടെ യാതൊരു ക്യൂ സിസ്റ്റവുമില്ല. കാർഡില്ല, റേഷൻ വേണ്ട പോലതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതുകൊണ്ട്. അന്യൊരു പുരുഷന്റെ ദർശനത്തിനും സ്പർശനത്തിനും വേണ്ടി നീ കൊതിച്ചു പോയി എങ്കിൽ നിന്റെ കണ്ണവിടെ നശിച്ചു പോയി, നിന്റെ മുഖമവിടെ നശിച്ചു പോയി, നിന്റെ ചുണ്ടവിടെ നശിച്ചു പോയി. അതുകൊണ്ട് എന്റെ പെങ്ങളെ, ആലോചിച്ചു ജീവിച്ചോ, ചിന്തിച്ചു ജീവിച്ചോ, മുൻഗാമികളിലേക്ക് മടങ്ങിക്കോ. മഹിളമാരോട് മുത്തുനബി തങ്ങൾ നൽകിയ മുന്നറിയിപ്പുകൾ ജീവിതത്തിൽ ഓരോന്നോരോന്നായി മനസ്സിലാക്കി അത് ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റേണ്ടതിനെ അടർത്തി മാറ്റി, അടുപ്പിക്കേണ്ടതിനെ അടുപ്പിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് അവന്റെ പൊരുത്തത്തിലായി മരിക്കാനുള്ള ശ്രമം നടത്തിക്കോ. എപ്പോഴാണ് മരിക്കുന്നതെങ്കിലും ഈമാനുള്ള മരണം മരിക്കാനും സാലിഹീങ്ങൾ സംഗമിക്കുന്ന സ്വർഗത്തിൽ സയ്യിദത്തുൽ നിസാ ഫാത്തിമത്തുൽ സുഹ്റാ, ആയിഷത്തുൽ തുഹ്റാ, ഖദീജത്തുൽ കുബ്റാ റളിയല്ലാഹു തആല അൻഹുന്ന ആ മഹദിമാരോട് വിളിച്ച് സ്വർഗത്തിലെത്താൻ ആശിക്കുന്ന പെങ്ങളെ, അതിനുവേണ്ടി പണിയെടുത്തോ, അതിനുവേണ്ടി ജോലി ചെയ്തോ, ആ രൂപത്തിൽ നിന്റെ ജീവിതം ചിട്ടപ്പെടുത്തിക്കോ. ബീബി ഫാത്തിമത്തുൽ സുഹ്റാ റളിയല്ലാഹു അൻഹയെ അലിയാര് തങ്ങൾ വിവാഹം കഴിച്ച് ആദ്യ രാത്രിയാണ്. ഫാത്തിമ ബീവി മണിയറയിൽ പുതുമാരനെയും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയാണ്. ആ കാത്തിരിക്കുന്ന വേളയിൽ അതാ കുറഞ്ഞ സമയം കഴിഞ്ഞപ്പോ അലിയാര് തങ്ങൾ മണിയറയിലേക്ക് കടന്നു വരികയാണ്. ആ അലിയാര് തങ്ങളുടെ മണിയറ ആധുനിക സമൂഹത്തിന്റെ മണിയറ പോലെ അലങ്കൃതമായ മണിയറയല്ലല്ലോ. ഈത്തപ്പനകോല കൊണ്ട് മറച്ച വീടിന്റെ ഉള്ളിൽ, ഈത്തപ്പനയോല വിരിച്ച പായ്ക്കുള്ളിൽ അതാ ബീവി ഫാത്തിമത്തുൽ സുഹ്റാ റളിയല്ലാഹു അൻഹ ഇങ്ങനെ ഇരിക്കുമ്പോ അലിയാര് തങ്ങൾ വരികയാണ്. കടന്നു വന്നുകൊണ്ട് ചോദിച്ചു, ഫാത്തിമ, അതെ ഞാൻ കടന്നു വരാൻ വൈകിയോ? ഇത് ചോദിച്ചുകൊണ്ട് ഫാത്തിമ ബീവിയുടെ മുഖത്തേക്ക് അലിയാര് തങ്ങൾ നോക്കിയപ്പോഴാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ രണ്ട് കണ്ണും ചുവന്നു തുടുത്തുപോയി. ഫാത്തിമ ബീവിയുടെ കവിൾത്തടങ്ങളിൽ നിന്ന് അതാ കണ്ണുനീരൊലിച്ചു കൊണ്ടിരിക്കുകയാണ്. വിതുമ്പി വിതുമ്പി കരയുകയാണ്. മുത്തുനബിയുടെ പൊന്നുമോള് ഓടി വന്നുകൊണ്ട് അലിയാര് തങ്ങൾ ചാരയിരുന്ന് ആ താടിയിൽ മെല്ലെ കൈകൊണ്ടും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ചു, ഫാത്തിമ, ഞാൻ വരാൻ വൈകിപ്പോയോ ഫാത്തിമ? ഞാനെത്താൻ വൈകിയതിന്റെ പേരിൽ കരയുകയാണോ? അല്ല അലിയേ, എന്തിന് കരയുന്നു ഫാത്തിമ? ഈ അലിയൊരു ഫക്കീറാണ് ഫാത്തിമ. നിനക്ക് വേണ്ടി ഒരുക്കിയ മണിയറ നിനക്ക് തൃപ്തിയാകാത്തതിന്റെ പേരിലാണോ ഫാത്തിമ? എന്നോട് പൊറുക്കണേ ഫാത്തിമ. ഇതിനപ്പുറം ചെയ്യാൻ എന്റെ സാമ്പത്തിക സ്ഥിതി എന്നെ അനുവദിക്കുന്നില്ല ഫാത്തിമ. അലിയാര് തങ്ങൾ ഫാത്തിമ ബീവിയോട് പറയുമ്പോഴേക്ക് ചാടി എഴുന്നേറ്റ ഫാത്തിമ ബീവി അലിയാര് തങ്ങളെ കവിൾത്തടം തടവിക്കൊണ്ട് പറയുകയാണ്, വാ പൊത്തിക്കൊണ്ട് പറയുന്നു, അലിയേ, അങ്ങനെ പറയരുത് അലിയേ. എന്റെ അലിയുടെ ഇല്ലായ്മ എനിക്കറിയാം, എന്റെ അലിയുടെ വല്ലായ്മ എനിക്കറിയാം.
എല്ലാ അവസ്ഥയിലും അലിയോട് യോജിച്ചു പോകാൻ പറ്റിയ പെണ്ണാണ് ഞാൻ. പക്ഷേ അലിയേ, ഇതൊന്നുമല്ല എന്നെ സങ്കടപ്പെടുത്തുന്നത്. അലിയേ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനങ്ങ് മരിക്കൂലേ അലിയേ. ഇന്നല്ലെങ്കിൽ നാളെ എന്റെ റൂഹിനെ ഖാബിദുൽ അർവാഹ് മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം അങ്ങ് പിടിക്കൂലേ അലിയേ. അങ്ങനെ എന്റെ റൂഹങ്ങ് പോയി എന്നെ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിക്കാട്ടിലേക്ക് കൊണ്ടുപോയാൽ അലിയേ, ആ ഖബറിലേക്ക് എന്നെ അങ്ങ് ഇറക്കി വെച്ചോ. ആ ഖബറിൽ എനിക്ക് കൂട്ടിന് ആരുണ്ട് അലിയേ? എന്നെ രക്ഷിക്കാൻ ആരുണ്ട് അലിയേ? ഈ ചെറിയ വീടാണെങ്കിലും ഈ വീട്ടിന്റെ ഉള്ളിൽ കൂട്ടിനെനിക്ക് അലിയുണ്ടല്ലോ, സമാധാനമാണ്. ആ ഖബറിൽ കൂട്ടിന് ആരുണ്ട് അലിയേ? എനിക്ക് രക്ഷയ്ക്ക് എന്ത് വകുപ്പുണ്ട് അലിയേ? അത് ചിന്തിച്ച് ഞാൻ കരഞ്ഞതാണ്. അതുകൊണ്ട് അലിയേ, നമുക്ക് ഇന്നത്തെ രാത്രി ഉറങ്ങേണ്ടതില്ല. നിങ്ങൾ എന്നോട് സഹകരിക്കുമെങ്കിൽ നമുക്കൊരുപാട് നിസ്കരിക്കാം അലിയേ, ഒരുപാട് ഖുർആൻ ഓതാം അലിയേ. ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവിയുടെ കയ്യും പിടിച്ച് അലിയാരി തങ്ങൾ വുളു എടുക്കാൻ നടന്നു വരികയായി. വുളു എടുക്കുകയാണ്. രണ്ടുപേരും രണ്ട് മുസല്ല വിരിച്ചു. ആ അത്തറിന്റെ മണമുള്ള പുത്തനുടുപ്പിന്റെ പുതുമയുള്ള ആദ്യ രാത്രിയിൽ 1000 ആശകളെ കൊണ്ട് അമ്മാനാടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ അല്ലാഹുവിന് വേണ്ടി ഈ രാത്രി ചിലവഴിക്കാൻ അവർ തീരുമാനിച്ചു പോയി. മണ്ണു തിന്നുന്ന ഖബറിലേക്ക് ഖുർആൻ ഓതാൻ അവർ ചിന്തിച്ചു പോയി. ജീവിതത്തിലെ എന്തെങ്കിലും നന്മകളെ കൊണ്ട് ഖബറിലും മഹ്ശറിലും രക്ഷപ്പെടാനുള്ള ആ ഏറ്റവും പ്രഥമവും പ്രധാനവുമായ രാത്രിയെ അവരുപയോഗപ്പെടുത്തിപ്പോയി. എന്റെ ഉമ്മമാരെ, എന്റെ സഹോദരിമാരെ, ആരാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്? ആരാണ് ഈ ഉറക്കമൊഴിക്കുന്നത്? ആരാണ് ഈ പാതിരാത്രിയിൽ നിസ്കരിക്കുന്നത്? എന്നെപ്പോലെ നിന്നെപ്പോലെ തെറ്റ് ചെയ്യുന്ന പെണ്ണല്ലല്ലോ. 24 മണിക്കൂറും സീരിയലിന്റെ മുമ്പിൽ സമയം ചെലവഴിക്കുന്ന പെണ്ണല്ലല്ലോ. വൃത്തികെട്ട സിനിമ കൊണ്ട് കണ്ണ് നശിപ്പിച്ച പെണ്ണല്ലല്ലോ. വൃത്തികെട്ട സിനിമ കണ്ടിട്ട് കണ്ണ് നശിപ്പിച്ച പെണ്ണല്ലല്ലോ. ഹറാമ് ചിന്തിച്ചിട്ട് ഹൃദയം നശിപ്പിച്ച പെണ്ണല്ലല്ലോ. അല്ലാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയ, അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് മനസ്സിലാക്കിയ, റസൂലിന്റെ മടിത്തട്ടിൽ തലവച്ച് കിടന്നുറങ്ങിയ ആരംഭപ്പൂവിന്റെ പൊന്നുമോളായ ബീബി ഫാത്തിമത്തു സുഹ്റാ റളിയല്ലാഹു അൻഹയുടെ രാവിന്റെ അവസ്ഥയാണിത്. ആദ്യ രാത്രിയുടെ അവസ്ഥയാണിതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി, ഈ വൈകിയ വേളയിൽ എന്റെ സംസാരം ഞാൻ നിർത്തുകയാണ്. ഇൻഷാ